സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി സൂപ്പായിട്ടാണ് ഞാൻ വന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റിയ 2 സോസുകൾ. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 200 ഗ്രാം ചിക്കൻ, ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്, ഏത് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ പീസൊക്കെ മാറ്റി വെക്കാം. ചിക്കൻ വേവിച്ചെടുത്ത് അതേ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ക്യാരറ്റ് നല്ലപോലെ പൊടിയായി അരിഞ്ഞത്, അതേപോലെ കുറച്ച് ബീൻസ് അത് നല്ല നൈസായിട്ട് പൊടിയായി അരിഞ്ഞത്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്വീറ്റ് കോൺ അതേപോലെ ബീൻസ് ക്യാരറ്റൊന്നും ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ നല്ലപോലെ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് നല്ല ചെറുതായി നുറുക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സൂപ്പ് നല്ല ടൈറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അത് നമുക്ക് ഈ നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് അത്യാവശ്യം കുറുകി വരും. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു എഗ് വൈറ്റ് വേണം. മുട്ടയുടെ വെള്ള നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നൂല് പോലാക്കി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതാകെ കട്ടിയായിട്ട് പോകും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സൂപ്പ് റെസ്റ്റോറൻറ്റൊക്കെ ഇടുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയൊരു പീസ് മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന 2 സോസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക, അതേ സെയിം അളവ് തന്നെ വെള്ളം, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പച്ചമുളക് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഒരു സോസ്. പിന്നെ രണ്ടാമത്തത് 1 ടീസ്പൂൺ സോയാ സോസ്, അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ സോയാ സോസിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും, വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 2 സോസും സൂപ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂപ്പ് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് സെർവ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. താങ്ക് യു. ബൈ.